ചെമ്പിലാണ് അപകടമുണ്ടായത്. അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. 3 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ടോബി ജോൺസൺ പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ടോബി. ടിക്കെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഏകദേശം 30ഓളം പേരുണ്ടായിരുന്നു ഈ വള്ളത്തിൽ. എന്നാൽ എല്ലാവരും രക്ഷപ്പെടുത്തി, ഒരുമാതിരിപ്പെട്ട ഭൂരിഭാഗം ആളുകളെയും രക്ഷപ്പെടുത്തി. ഒരാളെ മാത്രമാണ് ഇപ്പോൾ കാണാതായിട്ടുള്ളത് എന്നുള്ള വിവരമാണ്. അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ഈ വള്ളം മറിഞ്ഞതിന് തൊട്ടു പിന്നാലെ ഈ വള്ളത്തിലുണ്ടായിരുന്ന ഭൂരിഭാഗം ആളുകളും ഇരു കരകളിലേക്കും നീന്തി കയറി എന്നുള്ളൊരു വിവരമാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് എന്തായാലും ഇപ്പോൾ ഈ ഒരാളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 2 കരയിലായതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ കൂടുതലായി മിസ്സിംഗ് ഉണ്ടോ എന്നൊരു അന്വേഷണം കൂടി നടക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ അക്കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം ലഭിക്കും. പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകളായതുകൊണ്ട് തന്നെ പരസ്പരമായി ഇവർക്ക് ആരൊക്കെയാണെന്നുള്ള ഒരു ധാരണയില്ല. അതുകൊണ്ടാണ് എത്ര പേര്, ഈ കൃത്യമായ ഒരു കണക്ക്, വള്ളത്തിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളൊരു കണക്ക് പറയാൻ സാധിക്കാത്തത്. ഏകദേശം 30ഓളം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിവരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണം പോലീസ് ഇപ്പോൾ നടത്തുന്നുണ്ട്. ഒരാളെ കാണുന്നില്ല എന്നുള്ളൊരു പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാം ഉണ്ട്. 2:15 കൂടിയാണ് ഈ സംഭവം നടന്നതെന്നാണ് പറയുന്നത്. അപകടത്തിന് കാരണമായത് ഈ കൂടുതൽ ആളുകളെ കയറ്റിയതാണോ എന്നതടക്കം ഒരു സംശയമുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരണം. എന്തായാലും ഈ ഇത് കരയിൽ നിന്ന് ഒരുപാട് ദൂരെയായാണോ ഈ വെള്ളം മറിഞ്ഞത്? ഈ സാധാരണയായി ഇവിടെയുള്ള ആളുകൾ ഇങ്ങനെ ഈ വെള്ളത്തെയാണോ ഇതിനായി ആശ്രയിക്കാറ്, ടോബി? തീർച്ചയായിട്ടും ഈ കാട്ടിക്കുന്ന് എന്ന് പറയുന്ന ഭാഗം നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ മൂവാറ്റുപുഴ ആറ് ഈ കായലുമായി ചേരുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നല്ല ഒഴുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. ഈ പ്രദേശത്തുള്ള ആളുകൾ ഇങ്ങനെ വള്ളമാണ് ഈ പ്രദേശത്ത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ള വിവരം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീന്തൽ അറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണ് ഈ ഭാഗത്തുള്ളത്. ഒരുപക്ഷെ ഈ അപകടം ഉണ്ടായത് 2:15 കൂടിയാണ്. അധികം ആരും അറിഞ്ഞിരുന്നില്ല. എന്നിരുന്നാലും ആ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ആളുകൾ നീന്തി കയറി അവിടെ നിന്നും ആളുകൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചു എന്നുള്ളതൊരു ആശ്വാസമായിട്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കാണാതായ വ്യക്തി മറ്റെവിടേക്കെങ്കിലും നീന്തി കയറിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് കൂടുതലായിട്ടും ഈ വള്ളം തന്നെയാണ് ആളുകൾ ആശ്രയിക്കുന്നത്. അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള ആളുകൾ ഈ വള്ളത്തിൽ കയറാനുള്ള ഒരു സാഹചര്യവും അത് തന്നെയാണ്. അതായത് നിരന്തരമായി വള്ളങ്ങളും മറ്റും ഉപയോഗിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് ഭയമില്ലാതെ അതിൽ കയറാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ കയറിയതാണ് എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും പരിധിയിലും അപ്പുറം ആളുകൾ വള്ളത്തിൽ കയറിയതാണ് അപകടത്തിന് കാരണമായതെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. 30ഓളം പേർ ഈ വള്ളത്തിൽ കയറിയിരുന്നു. നിലവിൽ ഒരാളെക്കുറിച്ച് മാത്രമാണ് വിവരം ലഭിക്കാത്തത് എന്നാണ് അവിടെയുള്ള നാട്ടുകാരിൽ നിന്ന് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ബാക്കി എല്ലാവരും 2 കരകളിലുമായി നീന്തി കയറിയിട്ടുണ്ട്. ഒരുപക്ഷെ വലിയ അപകടത്തിലേക്ക് നീങ്ങേണ്ട ഒരു സംഭവമായിരുന്നു. എന്തായാലും അത് അങ്ങനെയല്ല എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ ഇപ്പോഴും ഒരാളെക്കുറിച്ച് വിവരമില്ല. ഏതെങ്കിലും കരയിലേക്ക് അയാൾ നീന്തി കയറിയിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നും വ്യക്തമല്ല. എന്തായാലും നാട്ടുകാർ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരശേഖരണമൊക്കെ നടത്തുന്നുണ്ട്. 2:30 ഇങ്ങനെ ഒരു അപകടമുണ്ടായത്. 3 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ പേരെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന നടപടികളിലേക്ക് കടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ടോബി ജോൺസൺ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കോട്ടയത്ത് നിന്ന്.